വൈപ്രിക്കൽ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം നമ്മുടെ പോളോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. അതും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കുറച്ച് മോഡ്, അതായത് കുറച്ച് മോഡ് നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ് പറഞ്ഞു തന്നെ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മോഡുകൾ എന്തൊക്കെയായിരുന്നു, ആ മോഡുകൾക്ക് അപ്ഗ്രേഡ് ചെയ്തതിനെ കുറച്ചൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത വീഡിയോ ഫുൾ ആയിട്ട് വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു അപ്ഡേഷനാണ്. നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കോഡ സാവിയുടെ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് എടുത്തിട്ട് നമ്മുടെ പോളോയ്ക്ക് നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തിട്ടാണ്. ഇപ്പോൾ നിലവിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹെഡ്ലാമ്പ് ഈ ഒരു വണ്ടിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ പോളോയ്ക്ക് ഈ ഒരു സ്ലാവിയുടെ പ്രൊജക്ടർ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി ഒരുപാട് ടൈം എടുത്ത പ്രോസസ്സാണ്. ഈ ഹൗസിങ്ങിലേക്ക് സ്ലാവിയുടെ പ്രൊജക്ടർ കയറ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. നമ്മളൊരു 3-4 ഹെഡ്ലാമ്പ് ഇങ്ങനെ പൊട്ടിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഫൈനലി നമ്മൾ ഒരു 2 ഹെഡ്ലാമ്പിനുള്ള ചെയ്തെടുത്തു. കാരണം നമ്മൾ ഫൈനലായിട്ട് ഒരു ഡിസൈൻ പ്ലാൻ ചെയ്ത് ആ രീതിയിൽ നമ്മൾ പണിതെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഹെഡ്ലാമ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനാണ് നമുക്ക് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മെയിൻ പ്രൊജക്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സ്ലാവിയുടെ പ്രൊജക്ടർ ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലാവിയുടെ പ്രൊജക്ടറിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കണ്ടറിയാം. നല്ല വ്യത്യാസമായിട്ടുള്ള ഷേപ്പിലാണ് അതിൻ്റെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്ലാവിയുടെ പ്രൊജക്ടർ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടി ഞാൻ ഇട്ടത്. പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വൈറ്റ് ലൈനില്ലേ, ഇതാണ് ഇതിൻ്റെ DRലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതൊരു RGB DRലാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ വോയിസ് ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വോയിസ് ആക്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഞാൻ അതിലുള്ള കുറച്ച് ഫീച്ചേഴ്സിൻ്റെ കേസ് പറഞ്ഞത് മാത്രം. ആക്ടിവേഷൻ എന്നുള്ള ഫീച്ചറിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും അധികം ഈ RGB ചെയ്ത ആൾക്കാർ ഈ വോയിസ് ആക്ടിവേഷൻ യൂസ് ചെയ്യണമെന്ന് കാണിട്ടൊന്നുമില്ല. വലിയ ഉപകാരമില്ലാത്തൊരു ഫീച്ചറാണ്. കാരണം ആ വോയിസ് ആക്ടിവേഷൻ ഓണാക്കിയാൽ നമുക്ക് വലിയ യൂസ് ചെയ്യാം. കാരണം നമ്മുടെ എഞ്ചിൻ്റെ സൗണ്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ട് കത്തി തുടങ്ങും. അതുകൊണ്ട് വലിയ യൂസ് ഇല്ലാത്തൊരു ഫീച്ചറാണ് ഈ വോയിസ് ആക്ടിവേഷൻ ഉള്ളത്. പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ പല ഡിസൈനിൽ കത്തുന്ന രീതിയിലും അതുപോലെ തന്നെ കുറേ സ്റ്റാറ്റിക് കളേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ പറ്റും. അത് തന്നെയാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞത്. ഇല്ല, നിങ്ങൾ നേരത്തെ കണ്ട മാതിരി നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇതിൽ WRC ഫ്രണ്ട് ബമ്പേഴ്സാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൽ ഈ WRC ഇത് തന്നെ നമുക്ക് അടിയിലൊരു പീസ് ഓഫ് DRLs വരുന്നുണ്ട്. ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് വണ്ടിയിൽ നമുക്ക് ഒരു ഫോഗ് ലാമ്പ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഭാഗത്താണ് നമ്മളൊരു DRL, അതായത് ഈ WRC കിറ്റിൽ ഒരു DRLിൻ്റെ പോർഷനായിട്ട് വരുന്നത്. അവിടെ നമുക്ക് ഒന്നും ചെയ്യാനുള്ളൊരു ഇതില്ല. കാരണം വെച്ചാൽ നമുക്ക് അവിടെ ഒരു ഫോഗ് ലാമ്പ് ആയിട്ടാണ് പോലും നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അവിടെ സൈഡ് വൈസ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അലോയ് വീൽസ് ആണ്. കാരണം വെച്ചാൽ അലോയ് വീൽസ് ഇല്ലാതെ ഈ ഒരു വണ്ടി കാണാൻ ഭയങ്കര ശോകമായിട്ടുള്ള രീതിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഒന്നാമത് തന്നെ സ്റ്റോക്ക് അലോയ്സ് വരുമ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് അലോയ്സിൽ ഈ ഒരു വണ്ടി നമുക്ക് വലിയ രസമൊന്നും ഇല്ല കാണാൻ. പക്ഷേ ഒരുപാട് ലോവേഡ് ആയിരുന്നു ഈ ഒരു വണ്ടി. സ്റ്റോക്ക് അലോയ്സിൽ ഒരുപാട് ലോവേഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ചില റോഡിലൊക്കെ നമുക്ക് ഓടിക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു സ്റ്റോക്ക് അലോയ്സിൽ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് 17 ഇഞ്ച് AV എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ തന്നെ നമ്മൾ ലോ പ്രൊഫൈൽ ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈറ്റ് കുറച്ചും കൂടി ഒന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് തന്നെ 17 ഇഞ്ചിലേക്ക് വന്നപ്പോൾ നമുക്ക് ഹൈറ്റ് കുറച്ചും കൂടി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഒരുവിധം ഇപ്പോൾ നമുക്ക് താഴ്ഭാഗം തട്ടാന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഇഷ്യൂ ആയിട്ടുള്ള കേസല്ല. നമുക്ക് ഈ ഒരു 15 ഇഞ്ച് അലോയ്സ് സ്റ്റോക്ക് അലോയ്സ് ആകുന്ന സമയത്ത് അടി തട്ടുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഇഷ്യൂ ഒന്നുമില്ല. കാരണം 17 ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ആ ഒരു ഇഷ്യൂ ഒരു പരിധി വരെ എനിക്കത് കുറഞ്ഞു വരിയിട്ടുണ്ട്. കാരണം വെച്ചാൽ മുമ്പ് ഈ ഹമ്പ് ചാടുമ്പോൾ അടി തട്ടുമ്പോൾ നമ്മൾ നോക്കി കൊണ്ടൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിൽ മെയിനായിട്ട് ചെയ്ത കേസ് എന്ന് വെച്ചാൽ ഒരു സൗണ്ട് സിസ്റ്റം അപ്ഗ്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീരിയോ അപ്ഗ്രേഡും അതുപോലെ തന്നെ സ്റ്റീരിയോൻ്റെ ഒപ്പം തന്നെ വേറൊരു സാധനം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും വണ്ടി ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് നോക്കാം. പിന്നെ വന്നിട്ടൊരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീരിയോയുടെ കേസിലാണ്. സ്റ്റീരിയോ ഞാൻ ഇതിൻ്റെ അതായത് മുമ്പുണ്ടാകുന്ന ടച്ച് സ്ക്രീനൊന്നും അല്ലാത്ത സ്റ്റീരിയോന്ന് ഞാനൊരു ചെറിയൊരു ടച്ച് സ്ക്രീൻ മോഡിലേക്ക് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തത് മാത്രം. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ മുമ്പത്തെ സ്റ്റീരിയോ, അത് മുമ്പ് വരുന്ന ടച്ച് ഒന്നും അല്ലാത്തൊരു സ്റ്റീരിയോ എന്ന് പറയുന്നത് ഫോക്സ്വാഗൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. അത് സൗണ്ട് എഞ്ചിനീയേഴ്സാണ് ട്യൂണിങ്ങും കാര്യങ്ങൾ സൗണ്ട് ട്യൂണിങ്ങും കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് ശേഷം വന്ന മോഡൽസൊക്കെ നമുക്ക് ട്യൂണിങ് വന്നിട്ടുള്ള ഹാർമൺ കാർഡോണിൻ്റെ ട്യൂണിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സൗണ്ട് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചൊരു കേസ് ഉണ്ട്, ബ്രോ ഈ ഒരു സൗണ്ട് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തു, ബ്രോന് ഈ ഒരു സൗണ്ട് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്ത ഇതിൽ അതിന് ഭേദം ബ്രോന് ഫുൾ ഒരു ടച്ച് സ്ക്രീൻ ആയിട്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യാറുള്ളത്. സംഭവം അത് പറയുന്നത് വെച്ചാൽ അതൊരു മണ്ടത്തരം ആണ്. കാരണം വെച്ചാൽ ഞാൻ എന്താ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്റ്റീരിയോയ്ക്ക് നമ്മളൊരു യൂസ്ഡ് സ്റ്റീരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 12K അടുത്ത് നമുക്കൊരു കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഫ്രഷിന് എങ്ങനെ പോലും നമുക്ക് 25 അല്ലെങ്കിൽ 20യുടെ അടുത്ത് നമുക്ക് കൂട്ടാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസ്, അതായത് 12K എന്നുള്ള സെക്കൻഡ്സിൻ്റെ പ്രൈസ് നമ്മളിപ്പോൾ മൈൻഡ് എടുത്താൽ മതി. ഈ ഒരു 12K എന്നുള്ള പ്രൈസിൽ റേഞ്ചിൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് വേറെ വല്ല ബ്രാൻഡ്സ് മേടിച്ച് വെക്കാന്ന് വെച്ചോ, അതായത് കമ്പനി പരമല്ലാത്തൊരു ബ്രാൻഡ് മേടിച്ച് വെക്കാന്ന് വെച്ചോ, അല്ലെങ്കിൽ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് നമ്മൾ സ്റ്റീരിയോ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കുറച്ച് പ്രീമിയം ബ്രാൻഡ്സ് ഉണ്ട്. ലൈക്ക് സോണി, പൈനിയർ, അതുപോലെ തന്നെ JVC, അങ്ങനെ കുറച്ച് കെൻവുഡ്, അങ്ങനെ കുറച്ച് പ്രീമിയം ബ്രാൻഡ്സ് ഉണ്ട്. അങ്ങനത്തെ മേടിച്ച് വെക്കാം.
അല്ല, നമ്മളിങ്ങനെ കുറേ ചാത്തൻ ബ്രാൻഡ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പല കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കുറേ ചാത്തൻ ടൈൽസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് വേറെ വണ്ടിയിൽ കണ്ട കുറേ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കോപ്പിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റീരിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു 7,000 രൂപ 4,000 രൂപ അതുപോലെ തന്നെ 2,000 3,000 രൂപയ്ക്കൊക്കെ നമുക്ക് സ്റ്റീരിയോസ് കിട്ടാറുണ്ട്. പക്ഷേ ഈ സ്റ്റീരിയോസ് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, അതിന് തന്നെ സൗണ്ട് ഔട്ട്പുട്ട് അടിപൊളിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റീരിയോ ഞാൻ മാറ്റാതെ അതിന് പകരം ഞാൻ 2 മാഗ്നറ്റിക് മൗണ്ട് യൂസ് ചെയ്തിട്ട് ഇവിടെ ഞാനൊരു സാംസങ്ങിൻ്റെ ഒരു ടാബ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എനിക്കിപ്പോൾ ആകെയുള്ള പ്രശ്നം എന്ന് മനസ്സിലാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എനിക്ക് ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും ആക്സസ് ചെയ്യണം, എൻ്റെ സ്റ്റോക്ക് സ്റ്റീരിയോയുടെ സൗണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ആക്സസ് ചെയ്യണം വെച്ചോ, അതായത് എനിക്ക് വോളിയം ഇവിടെ കൺട്രോൾ അതല്ല, ഇൻ കേസ് ഈക്വലൈസറിൽ എനിക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളും കാര്യങ്ങൾ വരുത്തണം, എനിക്ക് സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ എനിക്കിത് ഡയറക്റ്റ് ഇങ്ങനെ ഊരെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനത് അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ആവശ്യം വരാറില്ല, കാരണം ഞാനൊരു നല്ല രീതിയിൽ തന്നെയാണ് ആ സൗണ്ടും കാര്യമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അത് ഒരു മോശമായിട്ട് എനിക്ക് തോന്നണമെന്നില്ല. സോ ഈ ഒരു ടാബിൽ എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട വേറെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ളത് റിവേഴ്സ് ക്യാമറ മാത്രമാണ്. കാരണം വെച്ചാൽ റിവേഴ്സ് ക്യാമറ ഈ ഒരു ടാബിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കേസാണ്. പക്ഷേ അത് പോസിബിൾ ആയിട്ടുള്ള കേസ് തന്നെയാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചൊരു നമ്മൾ നോക്കിയും കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വേണം ചെയ്യാനുള്ളത്. ധൃതി കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ സാധനം ആഫ്റ്റർ മാർക്കറ്റ് അങ്ങോട്ടോ എന്നുള്ള കേസും കൂടി എനിക്കറിയില്ല. സോ ഇത് വെച്ചപ്പോൾ തന്നെ എനിക്ക് എന്താ യൂസ് എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു അത്യാവശ്യം വലിയൊരു ടച്ച് സ്ക്രീനും കിട്ടി. നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് സ്റ്റീരിയോ തന്നെയാണ്. സ്റ്റോക്ക് സ്റ്റീരിയോ എനിക്ക് നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്, കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. വേറെ എനിക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇപ്പോൾ കേൾപ്പിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഈ ഒരു സൗണ്ട് ഔട്ട്പുട്ട് ഒന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ സൗണ്ട് ഔട്ട്പുട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതായത് ഈ ഒരു സൗണ്ട് ഔട്ട്പുട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയിൽ നേരിട്ടൊന്നും ഇരുന്നാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ വോക്കൽ സെപ്പറേഷനും മ്യൂസിക് സെപ്പറേഷനും അതിൻ്റെ ഒപ്പമുള്ള ഓരോ ഇൻസ്ട്രുമെൻസിൻ്റെ സെപ്പറേഷനും അതുപോലെ തന്നെ നമ്മുടെ ബാസിൻ്റെ സെപ്പറേഷനും കാര്യങ്ങളൊക്കെ പക്കയായിട്ടാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സാധനം ഇങ്ങനെ ചെയ്ത് ഈ ഒരു ഈക്വലൈസർ അങ്ങനെ ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വേറെ പരമായിട്ട് ഇത് ഈക്വലൈസർ സെറ്റ് ചെയ്യാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഞാനിത് ChatGPT നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സ്റ്റീരിയോയുള്ള ഈക്വലൈസറിൻ്റെ ഇത് എടുക്കുക, അതിൽ നമുക്ക് കസ്റ്റം ചെയ്യാനുള്ള ഭാഗം എടുക്കുക. ആ ഒരു ഭാഗം നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ChatGPT അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള സൗണ്ട് ക്ലിയറൻസ് ഇന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എങ്ങനെയാണ് ട്യൂൺ ചെയ്യേണ്ടതെന്നുള്ളത് ChatGPT പറഞ്ഞു തരും. അത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാണ്ട് ഇതിന് വേണ്ടി നിങ്ങൾ അതായത് ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലായിട്ട് രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കുറേ കാര്യങ്ങൾക്ക് വേറെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. DSP അതുപോലെ തന്നെ വേറെ പ്രോസസ്സേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്, അതായത് ഒരുപാട് പൈസ ചിലവാക്കാൻ താല്പര്യമില്ല എന്നാൽ നിങ്ങളുടെ വണ്ടിയിൽ നല്ലൊരു കോസ്റ്റിൽ നല്ലൊരു അടിപൊളി ഔട്ട്പുട്ട്, കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട് വരുന്ന ഒരു സ്റ്റീരിയോ ഉണ്ട്, അടിപൊളി ഔട്ട്പുട്ട് വരുന്ന ഒരു സ്റ്റീരിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റീരിയോയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. കാരണം നിങ്ങൾക്കൊരു വേറെ പൈസ കൊടുത്ത് വേറെ വലിയ രീതിക്ക് പോകേണ്ടാകുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. കാരണം എനിക്ക് ഈ ഒരു ടാബ്, അതായത് ഈ ഒരു ടാബ് ഞാൻ യൂസ്ഡ് ടാബ് ഇത് എടുത്തപ്പോൾ എനിക്ക് 4,000 രൂപ എനിക്ക് മാത്രമേ വന്നുള്ളൂ. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്ക്രീനുണ്ട്, ഒരു നീറ്റ് ആൻഡ് ഫിറ്റ് ഫിനിഷാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സോ നമുക്ക് ഇതൊക്കെ പറഞ്ഞാൽ കുറേ നേരമായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ഒന്ന് കേട്ടോക്കാം. ഞാൻ ഒരു NCSലുള്ള ഒരു സൗണ്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്, നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ സൗണ്ട് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് ഇൻ കേസ് ബേസ് കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് ഈ ടാബ് നൈസായിട്ട് ഇങ്ങനെ എടുക്കാം. നൈസായിട്ട് ടാബ് മാറ്റി വെച്ചിട്ട് എനിക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് സൗണ്ട് എടുത്തിട്ട് അതിൽ നമ്മൾ ബാസ് മിഡ് റേഞ്ച് കൺട്രോൾ ചെയ്യും. അവിടെ നമ്മൾ കുറച്ചിട്ടാൽ നമുക്ക് ബേസ് വീണ് കുറയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഞാൻ ഏകദേശം ഈ ഒരു പോയിന്റ് ഇട്ടുണ്ടാകുന്ന ബേസാണ് നിങ്ങളിപ്പോൾ ഇത്രയും നേരം കേട്ടണത്.
ഇതിൽ നമുക്ക് ഈ ഒരു ഹൈറ്റ് വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, +9 വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അത്ര ബേസ് യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് ഒരുപാട് ബേസ് വന്നാലും നമ്മുടെ സൗണ്ട് ആ ഒരു കേൾക്കുന്ന മ്യൂസിക് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ആകുമ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ ഇതിൻ്റെ കറക്റ്റ് ആ ഒരു സോങ് സെപ്പറേഷൻ കാര്യങ്ങളും മ്യൂസിക് സെപ്പറേഷൻ കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ടാബിൽ വെക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് വേറെ ആൾക്കാർ എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ, ഈ ഒരു ടാബിൽ വെക്കുമ്പോൾ ടാബ് ഹീറ്റ് ആവില്ല എന്നുള്ള ഇഷ്യൂ ആണ്. ശരിയാണ്, ടാബ് ഹീറ്റ് ആവുമ്പോൾ ഞാൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എ സി ഇടുമ്പോൾ എ സിയുടെ ഒരു പാർട്ട്, അതായത് എ സിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന കാറ്റിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ടാബും കൂളാവുന്നുണ്ട്. അത് ഞാൻ നോക്കിയതാണ്. കാരണം വെച്ചാൽ എ സിന്ന് വരുന്ന തണുപ്പ് കാരണം നമ്മൾ ഈ ഒരു കറക്റ്റ് ഈ ഒരു പോർഷൻ, ഈ ഒരു മൗത്ത് നമ്മുടെ ടാബിലേക്ക് വരുന്ന കാരണം ടാബ് നല്ല രീതിയിൽ കൂളാവുന്നുണ്ട്. പിന്നെ ഈ ടാബ് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മാക്സിമം ഒരു 3 GB റാമിങ്ങുള്ള ടാബ് മാക്സിമം വെക്കാൻ നോക്കാം. അല്ല ഒരു 1 GB 2 GB ഒക്കെ പോകണമെങ്കിൽ നല്ലൊരു ഹാങ് ഫീൽ ചെയ്യും. പിന്നെ ഈ ടാബൊക്കെ നമ്മൾ വെക്കുമ്പോൾ നമുക്ക് കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ടാബ് നോക്കണമെന്നതിൽ ചവറ പോലെ ആപ്സ് ഒന്നും ഇല്ല. അതായത് നമ്മുടെ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ടാവും, EMX Player ഒരു ആപ്പ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്റ്റോക്ക് ടാബിൽ വരുന്ന ആപ്പുകളാണ്, അത് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ യൂട്യൂബ് ഉണ്ട്, മാപ്പ് ഉണ്ട്. ഇതാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്പുകൾ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ സൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇൻബിൽട്ടായിട്ട് ടാബിൽ വന്നിട്ട് കുറച്ച് ആപ്പുകൾ ഉണ്ട് ഇതിൽ. അതായത് ഈ മെസ്സേജ്, ഗൂഗിൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അത് ഒഴിച്ച് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിതം പ്രോ എന്ന് പറഞ്ഞാൽ ഹെഡ് ലാമ്പിൻ്റെ ലൈറ്റിൻ്റെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആപ്പും. അതുപോലെ തന്നെ വിഡ്മേറ്റ് ഞാൻ യൂസ് ചെയ്യാം. വിഡ്മേറ്റ് ഞാൻ മെയിൻലി എന്ന് വെച്ചാൽ ഇൻ കേസ് നമുക്ക് വല്ല അതായത് ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് റേഞ്ചിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പാട്ടുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി വിഡ്മേറ്റിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ എനിക്കത് ആ സമയത്ത് എനിക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം കുഴപ്പത്തിലുള്ള സ്റ്റോറേജ് ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 4500 രൂപയ്ക്ക് സ്റ്റോക്ക് സ്റ്റീരിയോയിൽ തന്നെ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് സ്ക്രീൻ കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും ഒരു എളുപ്പമുള്ള കേസ് തന്നെയാണ്. ഈവൻ ക്യാമറ അടക്കമുണ്ട് നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ. നമുക്ക് റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊന്നും റിവേഴ്സ് ക്യാമറ ഇല്ല എന്നുള്ള ഫ്രണ്ട് ക്യാമറ കാര്യത്തിൽ വരുന്നുണ്ട്. സമയം ടാബാണ്, അപ്പോൾ അതിൻ്റേതായ ഒരു കാര്യങ്ങളുണ്ട്. പക്ഷേ റിവേഴ്സ് ക്യാമറ ഈ ഒരു ടാബിലില്ല. അത് നിങ്ങൾ അതൊരു കാര്യം സാക്രിഫൈസ് ചെയ്യണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ റിവേഴ്സ് ക്യാമറ ഒരു 1200 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. ആ റിവേഴ്സ് ക്യാമറയുടെ സ്ക്രീൻ മേടിച്ചിട്ട് നമുക്ക് ഈ ഒരു കോർണറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ മിററിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ലാഭം തന്നെയാണ്. അതായത് മോശം ഒരു സൗണ്ട് ഔട്ട്പുട്ടിക്ക് പോകാത്ത മേലെ നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടാബിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ടാബ് എടുക്കണോ എന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഐപാഡ്. പക്ഷേ ഐപാഡിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, കുറേ ആപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ ടാബ് എടുക്കാം. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റിയാണ്. കാരണം വെച്ചാൽ കുറേ കളേഴ്സും കാര്യങ്ങളൊക്കെ പോപ്പപ്പ് ചെയ്ത് വരുന്ന ഒരു ടാബ് തന്നെയാണ്. ഇതൊരു 4K ടാബ് എന്നല്ല, ഫുൾ HD ആണ്. പക്ഷേ ഇതിൽ നമുക്ക് ഒരു 2K റെസൊല്യൂഷൻ വരെ എനിക്ക് സപ്പോർട്ട് ആവുന്നുണ്ട് ഈ ഒരു ടാബിൽ. എനിക്ക് അതുവരെ ഒന്നും എനിക്ക് വേറെ ഇഷ്യൂവും കാര്യങ്ങളും തോന്നുന്നില്ല. ഇതൊക്കെ എനിക്ക് പക്കയായിട്ട് വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബ് വർക്ക് ആവാനുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്യുമ്പോൾ ഫോണിൻ്റെ ചാർജ് ഡെഫിനറ്റ്ലി ഇറങ്ങും. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഫോൺ ചാർജിന് ഇട്ട് ഫുൾ ചാർജ് ആക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇൻ കേസ് ഫോണിൻ്റെ ചാർജ് ഡൗൺ ആയാൽ നമ്മളത് ഇവിടെ നമുക്ക് ഓൾറെഡി ചാർജറുണ്ട്. അപ്പോൾ ചാർജർ കുത്തി നമ്മൾ അത് ഓർഡിനറി നമ്മൾ ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ ഇഷ്യൂ കാര്യം തോന്നിയില്ല. പിന്നെ നിലവിൽ നമ്മൾ ഇന്ത്യയിൽ നമുക്ക് ഇനിയൊരു കാര്യം ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ കുറച്ച് ബ്ലാക്ക് ചെയ്യാനാണ്, നമ്മൾ പതുക്കെ ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം, അത് നമ്മൾ പതുക്കെ ചെയ്യുള്ളൂ. പിന്നെ എനിക്ക് ഒരു ക്ലസ്റ്റർ അപ്ഡേഷൻ എനിക്കൊരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലസ്റ്റർ അപ്ഡേഷൻ ഞാൻ എടുത്ത ക്ലസ്റ്റർ ജെറ്റയുടെ ക്ലസ്റ്ററായിരുന്നു. അപ്പോൾ ജെറ്റയുടെ ക്ലസ്റ്റർ ഇതിലേക്ക് സ്യൂട്ടാവില്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ആ ക്ലസ്റ്റർ എൻ്റെ നിലവിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും പേയ്മെൻറ്റ് നമുക്ക് എന്തെങ്കിലും പ്രോസസ് സംസാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും എടുക്കാം. വെച്ചാൽ ആ ഒരു ക്ലസ്റ്റർ പുതിയ എടുക്കുകയാണെങ്കിൽ ഒരു പുതിയ ക്ലസ്റ്ററിന് നമുക്ക് ഏകദേശം ഒരു 1 lakh രൂപീസോളം കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഈ അത് 1 lakh ആണെന്നല്ല, നമുക്കൊരു 10 രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒറിജിനൽ ഫോക്സ് ക്ലസ്റ്റർ നമുക്ക് തരാൻ പറ്റും. ആ ക്ലസ്റ്റർ നമുക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുക. സോ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നിലവിൽ ചെയ്തിട്ട്. പിന്നെ നമ്മുടെ എനിക്ക് നിങ്ങളുടെ കാണിച്ചു തരാനുള്ള സാധിച്ചത് നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് ആണ്. ഈ ഒരു ഹാങ്ങിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ മേടിക്കാതെ കാരണം വെച്ചാൽ ഞാൻ ഒരു നൊസ്റ്റടിച്ച് മേടിച്ചൊരു സാധനം എന്ന് പറയാം. കാരണം വെച്ചാൽ നമ്മുടെ പണ്ട് നമ്മൾ കളിച്ചിരുന്ന വീഡിയോ ഗെയിമില്ലേ, ആ വീഡിയോ ഗെയിമാണ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ജോയിസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വെച്ച് ഈ ബട്ടൺസൊക്കെ വെച്ച് കളിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാർ ഹാങ്ങിങ് എന്നുള്ള രീതിയിൽ ഒരു വെറൈറ്റി സാധനം എനിക്ക് കിട്ടിയപ്പോൾ ശരിക്കും കീ ചെയിനായിരുന്നു, ഞാൻ കാർ ഹാങ്ങിങ് ആക്കി മാറ്റിയതാണ്. സോ അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ടോയ് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ടോയ്സൊന്നും വെക്കാൻ താല്പര്യമൊന്നുമില്ല, കാരണം സിമ്പിളായിട്ടൊരു ടോയ് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ നിലവിലൊന്നും കാണുന്നില്ല, നിലവിൽ ചെയ്തിട്ടില്ല. പിന്നെ അവിടെ നേരത്തെ പറഞ്ഞ ഒരു ആംബിലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്.
ഇനി നമുക്കതിൽ ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ ധൃതി പിടിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് ചെയ്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഓട്ടോ ഫോൾഡിങ് മിറർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പതുക്കിനെ ചെയ്യുള്ളൂ. കാരണം അതിൻ്റെ കുറേ സാധനങ്ങൾ നമ്മൾ പതുക്കെ സോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഫിറ്റ് ചെയ്യുന്ന നല്ല രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്മളെ പോളോയിൽ നമ്മൾ അതായത് ഇപ്പോൾ ചെയ്ത പിന്നെ നമ്മൾ ഈ വണ്ടിയിൽ ഒരു കേസ് കൂടി ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഫ്ലെയിം കിറ്റും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് പറയാൻ മറന്നുപോയി. ഈ വണ്ടിയിൽ നമ്മൾ എക്സോസ്റ്റിൽ ഫ്ലെയിം കിറ്റും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞത്. വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഞാനൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ഓരോ അപ്ഡേഷൻസും പതുക്കെ കൊണ്ടുവരുള്ളൂ. ധൃതി പിടിച്ച് കൊണ്ടുവരാനുള്ള സിറ്റുവേഷൻ ഇല്ല. കാരണം വെച്ചാൽ നമ്മളൊരു പ്ലാൻ ചെയ്യാണ്ട് നമ്മൾ ഓരോന്നും പതുക്കെ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ അപ്ഡേഷനും കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്നൊന്നും ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ പെർഫെക്റ്റ് വ്ലോഗ്സ്.